ഫിഷനാണെങ്കിൽ ഒരു ഷോപ്പിലോട്ട് പോവാണ് പർച്ചേസ് ചെയ്യാനായിട്ടൊരു ബൈക്ക്. ഓക്കെ, അതിന് എത്രയാ? 2.5 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഷോപ്പ് കീപ്പർ ആണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുകയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? വിത്ത് എ ഡൗൺ പേയ്മെൻറ്റ് ഓഫ് 21,000. ഓക്കെ ഓക്കെ, ആദ്യം എന്ത് ചെയ്യും? ഒരു 10% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 21,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ 2 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 12.5% ഇത് കോമ്പൗണ്ടഡ് ആനുവലി നമുക്ക് എന്ത് ചെയ്യാം? അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2.5 ലക്ഷമാണ്. ഈ 2.5 ലക്ഷത്തിന് ആദ്യമേ എന്ത് ചെയ്യുന്നു? ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10%-ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/10 ആണ്. 10 രൂപ ഉള്ളത് 9 തിരിച്ചു കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 22,500, അതായത് 2,25,000 എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് ഒരു 21,000 ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. 21,000 അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് മൊത്തത്തിൽ അടയ്ക്കേണ്ട എത്ര രൂപ? 20,400. 2,04,000. ഓക്കെ, അതാണ് ഇനി അടയ്ക്കേണ്ടത്. അതെന്ത് ചെയ്തു? അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർത്തു. ഇതെന്ത് ചെയ്തു? ഇൻസ്റ്റാൾമെൻറ്റ്. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് അടച്ചിരിക്കുന്നത്. അത് കോമ്പൗണ്ടഡ് ആനുവലിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? 12.5%. 12.5% എന്ന് പറയുമ്പോൾ എന്താണത്? 1/8 ആണ് ഫ്രാക്ഷൻ. അതായത് 8 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 9 തിരിച്ചടയ്ക്കണം. ഇനി 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ എടുത്ത് വെക്കണം. രണ്ട് സൈഡിൽ. ഇനി ഈ ഒരു ഭാഗം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റാൾമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഈക്വൽ ആക്കണം. ഓക്കെ, ഈക്വൽ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു മൊത്തം പോർഷൻ സമ്മിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അപ്പോൾ 72ഉം 64 എത്ര വരും? 136. ഈ 136 യൂണിറ്റാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? നമുക്ക് എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, എത്ര രൂപയാണ് കൊടുക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 2,04,000. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 81 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 20,4,000 ഡിവൈഡഡ് ബൈ 136 ഇൻറ്റു 81. ഓക്കെ, അപ്പോൾ 204, 136 ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് നമുക്ക് 15 എന്ന് പറഞ്ഞു വരും. നിങ്ങൾ നോക്കിയാൽ മതി, 15 എന്ന് പറഞ്ഞു വരും. 204 0 136. അപ്പോൾ 1500 ഇൻറ്റു 81 അല്ലേ? 1500 ഇൻറ്റു 81 ആൻസർ ആയിട്ട് വരുന്നത്. 1,21,500 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.